ചുറ്റിലുമുള്ള ചൂടൊക്കെ മാറി ചെറിയൊരു പുതുമഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്കുമാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നത് കേട്ടോ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല മഴയായിരിക്കുമല്ലോ. ആ മഴക്കാലത്ത് നമ്മൾ പൊതിച്ചോറിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം ഉണ്ട്, ഒരു അടിപൊളി ഐറ്റം. അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. തല മുറിച്ച് കളഞ്ഞ ചെമ്മീൻ ഒരു 750 ഗ്രാമാണ് കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് വലിയ 2 തേങ്ങ ചിരകിയെടുത്തതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 ചുമന്നുള്ളി അരിഞ്ഞത്. ഇതാ നമ്മളിങ്ങനെ കടൽപ്പുറത്തോടൊക്കെ പോകുമ്പോൾ കുറച്ചുകൊണ്ട് നടക്കുന്ന കടലയില്ലേ, അത് കൂട്ട് ഞാനൊരു 100 ഗ്രാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഞാനിത് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വത്തൽമുളകാണ്. ഒരു 6 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, അത് ഇച്ചിരി ഏറെ എടുത്തോ കേട്ടോ. നല്ല കറിവേപ്പില ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വാളംപുളിയാണ്. അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ വേണം. പിന്നെ അതിങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കഷ്ണിച്ച് കഴിക്കണം. പിന്നെ നമുക്കിനി അടുപ്പത്തോട്ട് ചട്ടി വെച്ചിട്ട് നമുക്ക് ആദ്യം വത്തൽമുളകെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് എണ്ണയില്ലാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒരു പാത്രത്തിൽ തന്നെ ഒന്നിച്ച് വറുത്തെടുക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ വലിയ പാത്രം എടുത്തത്. പക്ഷേ അത് അക്കിടിയായിപ്പോയി. മുളക് വളർന്ന് വരാൻ വലിയ പാടുപെട്ടു. അങ്ങനെ മുളക് വറുത്തെടുത്തതിന് ശേഷം ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എണ്ണ യൂസ് ചെയ്യുന്നില്ല ഫ്രൈ ചെയ്യാൻ, ചുമ്മാതെ ഡ്രൈ ആയി തന്നെ ഫ്രൈ ചെയ്യുന്നുള്ളതുകൊണ്ട് ഇതുപോലെ പൊടിഞ്ഞു വരുന്ന പരുവാകുമ്പോൾ നമുക്ക് മാറ്റാം അത്. പിന്നെ അടുത്തത് ഞാൻ തേങ്ങ ഇട്ടു. ഇനി തേങ്ങ കുറേ നേരം എടുക്കും ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട്. എണ്ണ ഒട്ടും ചേർക്കാതെ കേട്ടോ ഞാനിവിടെ തേങ്ങ വറുത്തെടുക്കുന്നത്. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും കരിവേപ്പില ഇട്ട് കൊടുത്തു. അതും ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുത്ത് എടുക്കണം. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാതെ. ഇനി നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഒന്നിച്ചിട്ടു. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നല്ല ചുമന്ന കളറാവണം തേങ്ങ. ഇനി നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ എത്രത്തോളം നന്നായി വറുത്തെടുക്കുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനത്തിലേക്ക്. നമുക്കിനി കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച് കടലപ്പൊടി ഇട്ട് നന്നായി ഇളക്കി അതും ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അടുത്തതിന് നമുക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുളി നന്നായിട്ട് വറന്ന് വരണം. ഇനി അടുത്തത് നമുക്ക് ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന കേട്ടോ, അത് നമ്മളിങ്ങനെ കഷ്ണിച്ചിട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്യാം. അങ്ങനെ തേങ്ങയും ആ ചെമ്മീനും ആ മുളകും കരിവേപ്പിലയും ഇഞ്ചിയും എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പെറുക്കി അത് ചട്ടിയിൽ നിന്ന് തന്നെ അങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സ്മെല്ലുമാണ് ഇപ്പോൾ വരുന്നത്. ഇതിങ്ങനെ പൊതിച്ചോറ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ അയ്യോ വെള്ളം ഊറും. ഇനി നമുക്ക് വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഞാനത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അങ്ങനെ അത് നിങ്ങളുടെ കണക്കിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മുളക് പൊടി. ഇനി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറന്ന് വരണം. എന്നിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊരു നിരന്ന പാത്രത്തിൽ വെക്കണം. തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്ത ചമ്മന്തി നല്ല വാട്ടിയ വാഴയിലയിൽ പൊതിച്ചോറിൻ്റെ ഉള്ളിൽ കിട്ടുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഉച്ച നേരത്തെ അത് തുറക്കുമ്പോൾ വരുന്നൊരു വാസനയുണ്ട്. അയ്യോ എന്നാലേ ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര നൊസ്റ്റു അടിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.